ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. എന്നെ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ വ്യക്തികൾക്കും ശാന്തിയും സമാധാനവും. നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതായ ഒരു ദൈവം നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. പരീക്ഷകൾ വരുന്നത് വിജയിക്കാൻ വേണ്ടിയാണെന്ന് മാത്രം ചിന്തിക്കുക. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. നിങ്ങളുടെ ദൈവം നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. ഇപ്പോൾ നിങ്ങൾ നേരിടുന്നത് ഒരു എക്സാമാണ്. ആ എക്സാം നിങ്ങൾ എഴുതിയേ മതിയാകൂ. അത് നിങ്ങൾ പഠിച്ച് വിജയിച്ചേ മതിയാകൂ. അതിനു വേണ്ടി മാത്രമാണ് ഇന്ന് നിങ്ങൾ നേരിടുന്ന ഈ കഷ്ടങ്ങൾ. ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നു. ശാന്തി സമാധാനം നിങ്ങൾക്ക് നൽകിയതിനായി ഞാൻ നന്ദി പറയുന്നു. നമുക്കിത് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചറാണ് നോക്കുന്നത്. പാസ്റ്റും പ്രസൻറ്റും നിങ്ങൾക്ക് റെസനേറ്റ് ആകുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫ്യൂച്ചറും റെസനേറ്റ് ആകുന്നതാണ്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പാസ്റ്റ് എന്തായിരുന്നു? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. നിയർ പാസ്റ്റ് എന്തായിരുന്നു? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ നിയർ പാസ്റ്റ് എന്തായിരുന്നു? ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ടവർ ആയിരുന്നു. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 10, 5, 12, 3, 1, 2, 11, 14, 5, 14 ആവർത്തിച്ചു, 16, 7. ഓക്കെ, ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, ജെമിനി, ലിബ്ര, അക്വേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസിസ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങളുടെ മന്തോ. ഫസ്റ്റ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ നിയർ പാസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. കൂടുതലും ടവറിൻ്റെ ഒരു അയ്യരുകളിയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ അടുത്ത സമയത്തായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബേർഡൻ നിങ്ങൾ ചുമന്ന് കുറേ നാളായിട്ട് നടന്നിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അവസാനിപ്പിച്ചിരുന്നു ഈ കഴിഞ്ഞ സമയങ്ങളിൽ. ഓക്കെ, ഒന്നുകിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ ഒരുപാട് ടെൻഷനായിരുന്നു. ഏതെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളിൽ കൂടുതൽ അട്രാക്ഷൻ ആയിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു, ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ തരുന്ന, ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നശിച്ചു പോകുന്നു, തകർന്നു പോകുന്നു എന്നുള്ള ഒരു എനർജി. ചില സ്ഥാനങ്ങളും മാനങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലാതെ ഒരുപാട് ഡിപ്രഷനും കാര്യങ്ങളും അടുത്ത സമയങ്ങളായി നിങ്ങൾ അനുഭവിച്ചതായി കാണുന്നു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അടുത്ത് വന്നിരിക്കുന്നത് ഹെയറോഫെൻറ്റിൻ്റെ കാർഡാണ്. ഹെയറോഫെൻറ്റിൻ്റെ കാർഡ്, നിങ്ങൾ ഈ ഒരു പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പല സ്ഥലങ്ങളിലും നിങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. ആസ്ട്രോളജിയെയും അല്ലെങ്കിൽ ചില അഡ്വക്കേറ്റിനെയും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ബന്ധപ്പെട്ടിട്ടുള്ള ചില വ്യക്തികളെയും നിങ്ങൾ പോയി കണ്ടിരുന്നു. പ്രാർത്ഥനാലയങ്ങൾ നിങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കുള്ള ഈ വേദനയിൽ നിന്നും ഒരു മുക്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പലപ്പോഴും പല വ്യക്തികളിൽ നിന്നും ആശ്വാസത്തിന് വേണ്ടി ഒരു വഴിക്ക് വേണ്ടി, ഇതിനൊരു പോംവഴിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവരെ കാണാൻ ചെന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 5 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു, അത് നിങ്ങൾക്ക്
ടോളറേറ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് പറ്റാതെ നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിലേക്ക് കടന്നു പോയതായി കാണുന്നു. നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മൂവ് ഓൺ ചെയ്യുവാൻ പറ്റുന്നില്ല. നിങ്ങൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ആ വ്യക്തിയെ മറക്കുവാനോ അല്ലെങ്കിൽ ആ സാഹചര്യത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ നേരിട്ടതായിട്ടുള്ള പ്രശ്നങ്ങളെ മാറ്റി നിർത്തുവാനോ നിങ്ങൾക്ക് കഴിയാതെ പോയിട്ടുള്ള ചില സന്ദർഭങ്ങൾ ഈ അടുത്ത സമയത്തായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. ജീവിതത്തിൽ സംഭവിച്ച പ്രശ്നങ്ങൾ എത്ര സംഭവിച്ചാലും നിങ്ങൾ അതൊക്കെ ക്ഷമിച്ചുകൊണ്ട് വീണ്ടും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വീണ്ടും താഴ്ന്നു കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെല്ലുന്നു. പക്ഷേ അവിടെ ചെല്ലുമ്പോഴെല്ലാം അവിടെയെല്ലാം അഗ്രസീവായിട്ടുള്ള ചില മോഡുകളാണ് കാണുന്നത്. ചില വ്യക്തികൾ നിങ്ങൾ എത്രയൊക്കെ താഴ്ന്നു ചെല്ലുമ്പോഴും നിങ്ങളെ ചവിട്ടിത്താഴ്ക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മൂർത്താവി ചവിട്ടുക എന്ന് പറയുന്ന അതേ പ്രവണതയാണ്. നിങ്ങൾ എത്രയൊക്കെ ക്ഷമിച്ച് നിങ്ങളോട് അവർ എത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും തിരിച്ച് നിങ്ങൾ വീണ്ടും വീണ്ടും അതെല്ലാം ക്ഷമിച്ച് അവരുടെ മുന്നിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ അവർ ഒരുപാട് ദേഷ്യപ്പെട്ട് നിങ്ങളോട് പ്രവർത്തിക്കുന്നതായിട്ട് ഉള്ള എനർജി ആയിരുന്നു ഈ അടുത്ത സമയത്ത്. നിങ്ങൾക്ക് നീതി ലഭിക്കാതെ ചില വ്യക്തികൾ ഇവിടെ പോലീസ് കേസുകൾ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് കോടതി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോയതായി കാണുന്നു. ഓക്കെ, ജസ്റ്റിസ് ലഭിക്കാതെ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടതായി കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ പല വ്യക്തികളെയും സമീപിക്കുകയും അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുകയും ചെയ്ത ഒരു എനർജി കാണുന്നു. രണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ജഗിള് ചെയ്തതായി കാണുന്നു. ഓക്കെ, രണ്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിൽക്കണമോ പോകണമോ എന്നറിയാതെ നിങ്ങൾ ആ വ്യക്തിയെ പൂർണ്ണമായി ഉപേക്ഷിക്കണോ അല്ലെങ്കിൽ ആ ജോലി പൂർണ്ണമായി ഉപേക്ഷിക്കണമോ അതോ തുടരണമോ എന്ന് പോലും അറിയാതെ നിങ്ങൾക്ക് വളരെ നിങ്ങൾ ജഗിള് ചെയ്തതായിട്ടുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ കഴിയാതെ ജസ്റ്റിസ് ലഭിക്കാതെ ചില കാര്യങ്ങൾ സഹിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ ചില കാര്യങ്ങൾ ചില വ്യക്തികൾ ഇഗ്നോർ ചെയ്തിട്ടും അവരുടെ മുന്നിൽ യാചിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജി. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മുമ്പിലായിരിക്കും നിങ്ങൾ യാചിച്ച് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ജോലി നിങ്ങൾക്ക് അത്രത്തോളം ആവശ്യമായിരിക്കും, അല്ലെങ്കിൽ ആ സാമ്പത്തിക കാര്യം നിങ്ങൾക്ക് ആവശ്യമായിരിക്കും. ആ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ അത്രയും ക്ഷമയോടുകൂടി നിങ്ങൾക്ക് ഇത്രയും വേദന തന്നിട്ടും നിങ്ങൾ കാത്തു നിന്നിരുന്ന ഒരു എനർജി. ഓക്കെ, അടുത്ത വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്പാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങൾ മനക്കരത്തോടുകൂടി നിന്നിരുന്നു എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ അടിത്തറ ഇളകിയാലും പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ നേരിടുന്ന ചിലപ്പോൾ ഫാമിലി പ്രശ്നം ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ ജോലി പ്രശ്നം വന്നിട്ടുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, കുട്ടികളുടെയും അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം കൊണ്ടും നിങ്ങളുടെ ഹൃദയത്തെ ഒരുപാട് തകർത്ത് നിങ്ങൾ നിൽക്കുമ്പോഴും പുറമെ ഒന്നും കാണിക്കാതെ മനോധൈര്യത്തിൽ നിങ്ങൾ പിടിച്ചു നിന്നിരുന്നതായിട്ട് കാണുന്നു. ഹൃദയം തകർന്ന് തരിപ്പണമാകുന്ന സമയത്തും നിങ്ങളുടെ മുഖത്തോ അല്ലെങ്കിൽ നിങ്ങൾ അത് എനിക്കിങ്ങനെയൊക്കെ പ്രശ്നമാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കാതെ നിങ്ങൾ ഏത് സ്ഥാനത്താണോ അതിനു വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രയത്നിച്ചിരുന്നു. ഇപ്പോൾ ഫാമിലിയിലാണെങ്കിൽ ആ ഫാമിലിക്ക് വേണ്ടി ഫാമിലി എത്രയൊക്കെ ദ്രോഹിച്ചാലും ആ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അതല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇതിലാണെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ജോലി സ്ഥലത്താണെങ്കിലും അങ്ങനെ. പക്ഷെ നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുന്നത് ഒരു വ്യക്തികളും മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങൾ എല്ലാവരെയും നിങ്ങൾക്കില്ലെങ്കിലും മറ്റുള്ളവരെ എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ സംതൃപ്തിയാക്കി നിങ്ങൾ വഴി നടത്തി എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കുണ്ടോ ഇല്ലെന്നുള്ളത് ആരും അന്വേഷിക്കത്തുമില്ല. പക്ഷെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിച്ചിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിലതൊക്കെ വിഷമം നിങ്ങൾക്ക് വരുത്തിയിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരു കുറവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പലപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ഇമോഷനെ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തികളും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ല. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരുടെ പരിഹാരങ്ങളായി മാറിയിട്ടുണ്ട്. പലപ്പോഴും മറ്റുള്ളവർക്ക് പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓടി നടന്നിട്ടുണ്ട്. ഒരിക്കലും നിങ്ങളെ ഒന്ന് കേൾക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ആരെങ്കിലും ഒന്ന് പറയുവാനോ നിങ്ങൾ കൊതിച്ചിരുന്ന നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഓവറോൾ എനർജി വന്നിരുന്നത് നിങ്ങൾക്ക് ഈ അടുത്ത സമയത്ത് കടന്നുപോയത് മുഴുവനും ടവറിൻ്റെ എനർജി ആയിരുന്നു കടന്നുപോയത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മേജർ ആർക്കാന കാർഡാണ്. ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ പലതും നിങ്ങൾ നേരിട്ടു. ഒരു ദുരന്തമായിരിക്കില്ല, പല ദുരന്തങ്ങളും. അത് ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് ഇൻസിഡൻ്റ് ആയിരിക്കാം, ജോലി സംബന്ധമായിരിക്കാം, അതല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് തന്നെ നിങ്ങൾ ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ചില ഇൻസിഡൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടതായിട്ടുള്ള ഒരു എനർജിയാണ് ഈ നിയർ
പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയത്. ഈ എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടോ എന്നറിയാനാണ്. ഇപ്പോഴുള്ള പ്രസൻറ്റ് എന്താണെന്ന് നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓവറോൾ എനർജി. ഓവറോൾ എനർജി ലവേഴ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 9, 10, 1, 14, 5, 4, 10, 1, 6. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതലും വെയിറ്റിങ്ങിന് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതിനെല്ലാം ഒരു നല്ല സമയം വരും, എല്ലാത്തിനും ഒരു മാറ്റം വരുമെന്ന് വിചാരിച്ച് 9 ഓഫ് കപ്പ്, നിങ്ങളിൽ നഷ്ടപ്പെട്ടത് പലതും നിങ്ങൾക്ക് തിരിച്ച് വളരെ സന്തോഷത്തോടു കൂടി വരും എന്നുള്ള ആ ഒരു എനർജിയിൽ നിങ്ങൾ വെയിറ്റിംഗ് ആയി നിൽക്കുന്നതായി കാണുന്നു. ഓക്കെ, വെയിറ്റിംഗ് എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, 10 ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത് കുടുംബത്തിലെ ഐക്യവും ഐശ്വര്യവും തിരികെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ലൊരു സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്നതായി കാണുന്നു. ഓക്കെ, 2 കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ചില പ്ലാനുകൾ നിങ്ങൾ തയ്യാറാക്കുന്നു. കുടുംബത്തിന് വേണ്ടിയിട്ട്, കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി, സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല സമയം, അനുകൂലമായിട്ടുള്ള സമയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾ വിദേശത്തോ മറ്റോ കാര്യങ്ങൾക്ക് പോകുവാൻ വേണ്ടിയിട്ട് ചില യാത്ര, കുടുംബക്കാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾ ചില യാത്രകൾ പോകാൻ നിങ്ങൾ ആരംഭിക്കുന്നു. ഓക്കെ, അതിന് ഏറ്റവും സമയം അനുകൂലമാകുവാൻ നിങ്ങൾ തയ്യാറായി നിൽക്കുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് കിങ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരുപാട് ദേഷ്യം, നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരുന്ന ഓരോ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ വളരെ ദേഷ്യപ്പെട്ട്, എന്തിനും ഏതിനും ദേഷ്യപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതെല്ലാം മാറി എല്ലാവരോടും സ്നേഹത്തോടും കരുണയോടും നിങ്ങൾ നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് വരുന്നത്. മറ്റുള്ളവരെല്ലാം ഹെൽപ്പ് ചെയ്ത് സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുന്ന ഒരു എനർജി വന്നിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് 4 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില ഉത്സാഹങ്ങൾ അല്ലെങ്കിൽ ഒരു ആഘോഷങ്ങൾ നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ ചില ആഘോഷങ്ങൾക്കായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആഘോഷം വന്നു ചേരാൻ പോകുന്നു. കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജി, ചില ജോലി സംബന്ധമായിട്ട് ചില ജോലികളിൽ നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച് പാഷനാക്കി കൊണ്ട് നടന്നിരുന്ന ചില കാര്യങ്ങൾ, വീട് വയ്ക്കുന്നതിനെക്കുറിച്ചോ വീട് വാങ്ങുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റിനെ കുറിച്ചോ ആയിട്ടുള്ള ചില ആഘോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു. ചില വ്യക്തികൾക്ക് കൂടുതലും ഇവിടെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സമയം നിങ്ങൾക്ക് അനുകൂലമായി കറങ്ങുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ദ വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ 2 പ്രാവശ്യം വന്നിരിക്കുന്നു. ഭാഗ്യചക്രം നിങ്ങളുടെ നേർക്ക് കറങ്ങാൻ, ഇതുവരെയും നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റത്തിനായി ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്ക് തുണയായി കറങ്ങുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ചാരിയറ്റ് വന്നിരിക്കുന്നു. നിങ്ങൾ അനുഭവിച്ച ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ആകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ടവർ ആയിരുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഇതുവരെയും നേരിട്ട് കൊണ്ടിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു ചാരിയേറ്റ് മുന്നോട്ട് പോകാൻ പോകുന്നു. നിങ്ങൾക്ക് സാമ്പത്തിക അനുഗ്രഹം വന്നു ചേരുന്നു. 9 ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് സാമ്പത്തിക അനുഗ്രഹത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജീവിത യാത്ര ഇനിയൊരു പോസിറ്റീവിലേക്കുള്ള യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഏസ് ഓഫ് കപ്പ് വന്നിരിക്കുന്നു. നിറഞ്ഞൊഴുകുന്നതായിട്ടുള്ള ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ശൂന്യമായിരുന്ന നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഹോളി സ്പിരിറ്റിൻ്റെ ആത്മാവ് ഇറങ്ങി നിങ്ങളിലേക്ക് സന്തോഷം പകരുന്നതായിട്ടുള്ള ഒരു കാർഡ്സ് ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് സാമ്പത്തികമായും ഇമോഷണൽ പരമായും നിങ്ങൾക്ക് തൃപ്തി തരുന്ന രീതിയിൽ കാണുന്നു. ഓക്കെ, വീണ്ടും കിങ് ഓഫ് വാണ്ട് വന്നിരിക്കുന്നു. നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ചില വ്യക്തികൾ 8 ഓഫ് കപ്പിൻ്റെ എനർജി നിങ്ങളിലേക്ക് തിരിഞ്ഞു വരുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളെ
പാതി വഴിയിൽ ഉപേക്ഷിച്ച് നിങ്ങളെ ഒറ്റപ്പെടുത്തി നിർത്തി നിങ്ങളിൽ നിന്നും കടന്ന് മറ്റ് ചില വ്യക്തികളിലേക്ക് കടന്നു പോയതോ അല്ലെങ്കിൽ തനിക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ജോലിയും പൈസയുമാണ് എനിക്ക് വലുത് എന്ന് പറഞ്ഞ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തികൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നതായി കാണുന്നു. അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം നിങ്ങളോട് അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, സണ്ണിൻ്റെ നമ്പർ വന്നിട്ടുണ്ട്, 1 നമ്പർ വന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ടൊരു റിലേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ എല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതുവരെയും നിങ്ങളെ മാറ്റി നിർത്തിയിരുന്ന ഒരു എനർജി ആയിരുന്നു എങ്കിൽ നിങ്ങളെ ഇപ്പോൾ എല്ലാ വ്യക്തികളും സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു എനർജി നിങ്ങളിൽ സ്റ്റാർട്ടായിരിക്കുന്നു. നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന വിധത്തിൽ നിങ്ങളോട് ഇതുവരെയും കടിച്ചു കീറിയിരുന്ന വ്യക്തികളെല്ലാം നല്ല രീതിയിൽ സ്നേഹിക്കുന്നതായി കാണുന്നു. ഓക്കെ, 3 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ചില തേർഡ് പാർട്ടികൾ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ, ജോലി സ്ഥലത്ത് നിന്നും നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികം തരാം എന്ന് പറഞ്ഞ് നിങ്ങളെ കളിയാക്കി മാറ്റി നിർത്തിയിരുന്നെങ്കിൽ അതെല്ലാം നിങ്ങളിലേക്ക് തിരികെ വന്നു ചേരാൻ പോകുന്നു. ഓക്കെ, നിങ്ങളിലേക്ക് വന്ന് ഓരോ കാര്യങ്ങൾ നിങ്ങളെപ്പറ്റി മോശമായി പറഞ്ഞിരുന്ന പല വ്യക്തികളും നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുവാൻ തീരുമാനിക്കുന്നു. ഗിവ് ആൻഡ് ടേക്ക്, 6 ഓഫ് പെൻറ്റിക്കിൾ, നിങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങളിലേക്ക് 7 ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജി കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റ് വളരെ വളരെ നല്ല പോസിറ്റീവായിട്ടാണ്. കാരണം ഇത്രയും അനുഭവിച്ച വ്യക്തികളിലേക്കാണ്, പാസ്റ്റിൽ ഇത്രയും അനുഭവിച്ച വ്യക്തികൾക്ക് മാത്രമാണ് ഇത്രയും നല്ല ഒരു പ്രസൻറ്റ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയമാണ് വരാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ നിങ്ങളുടെ വഴിയെ അടയ്ക്കാതിരിക്കുക. വീണ്ടും വീണ്ടും പഴയ കാര്യങ്ങളിൽ നെഗറ്റീവ് എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിയെ അടയ്ക്കാതിരിക്കുക. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തായിരിക്കും? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? ഓൾ എനർജി പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഫ്യൂച്ചർ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ഫ്യൂച്ചർ എനർജി. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. ഇതിൽ കൂടുതലൊന്നുമില്ല, എല്ലാം നല്ല. നിങ്ങൾ എന്താണോ ഇപ്പോൾ അഫർമേഷൻ ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളൊരു സ്റ്റാറിനെ പോലെ ആകും. മറ്റുള്ളവർ നോക്കി അസൂയപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണുകൾക്ക് വളരെ ഷൈനിങ് ആയി തീരുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം നിങ്ങളെ തന്നെ നോക്കുന്നതായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഓവറോൾ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആദ്യം വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാണ്ടാണ്. ഒരു ഗ്രോത്താണ് നിങ്ങളിലേക്ക് വരുന്നത്. എല്ലാം അവസാനിച്ചു, എല്ലാം കൊഴിഞ്ഞുപോയി, ഇനി ജീവിതം മുന്നോട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് സ്റ്റാർട്ടാകുന്നു. പുതിയ തളിരുകൾ നിങ്ങളിലേക്ക് ഇട്ട് വരുന്നു. സണ്ണിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഹാങ്ഡായി നിന്നിരുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ഒരു വിജയമാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഹാങ്ഡായി നിന്നിരുന്ന ഏത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷൻ വീണ്ടും തളിർക്കാൻ പോകുന്നു. യൂണിവേഴ്സിൻ്റെ കൈകൾ നിങ്ങളെ താങ്ങുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. അത് ശക്തമായ അഫർമേഷനായിട്ട് തന്നെ നിങ്ങൾ ഇത് ഏറ്റെടുക്കുക. അടുത്തത് വന്നിരിക്കുന്നത് 10 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതം നിങ്ങളിലേക്ക് വന്നു ചേരും. നല്ല ജീവിത പങ്കാളി, മക്കൾ, സാമ്പത്തികം എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. അതും നമ്പർ 1 കാർഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ അഫർമേഷൻ ചെയ്തത് എന്താണോ, പേജ് ഓഫ് പെൻറ്റിക്കിൾ, നിങ്ങൾ എന്താണോ സ്വപ്നം കണ്ടത് അത് നിങ്ങളിലേക്ക് തന്നെ വന്നെത്തുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോഡാണ്. നിങ്ങൾ മാനസികമായി ധൈര്യപ്പെടാൻ പോകുന്നു. ഓക്കെ, നിങ്ങൾ ഇതുവരെയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാതെ സ്വയം താഴ്ന്ന് കൊടുത്തു നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഇനി നിങ്ങൾ രാജാവിനെ പോലെ അലങ്കരിക്കാൻ പോകുന്നു. രാജാവിൻ്റെ ധൈര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. മാനസികമായി നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ആകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മജീഷ്യനായി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തളർന്നിരുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹൃദയം തകർന്നു പോയ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിരിക്കും. ചില വ്യക്തികൾ നിങ്ങളെ
ചതിച്ചിട്ട് പോയ ചില അവസ്ഥകളുണ്ടായിരിക്കും. ചില സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ നിങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുന്നതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. അതെല്ലാം മാറിക്കൊണ്ട്, അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളിൽ ഒരു ഉദയം വരികയാണ്. സണ്ണാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ മജീഷ്യനാണ്. നിങ്ങൾക്ക് എന്തും നേരിട്ട് ചെയ്യുവാൻ കഴിയുന്നതായിട്ടുള്ള ഒരു മാന്ത്രിക പവർ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഈ ഒരു പവർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞ് എനിക്കത് സാധിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ വന്നിരിക്കുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ പവറിനെ നഷ്ടമാക്കി കളയാതെ നിങ്ങളുടെ ആ പവറിനെ, ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഒരു പവറിനെ നിങ്ങളുടെ ലൈഫിലേക്ക് യൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻറ്റിക്കിളാണ്. നിങ്ങൾക്ക് പ്രയോറിറ്റി തരാതെ നിങ്ങളെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടിരുന്ന പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നിങ്ങളെ ഇഗ്നോർ ചെയ്തു പോയിരുന്ന ചില വ്യക്തികളുണ്ട്. നിങ്ങളിലേക്ക് ശ്രദ്ധിക്കാതെ നിങ്ങളെ എടുത്ത് ഉപേക്ഷിച്ച് താഴെ ഇട്ടിരിക്കുന്ന പെൻറ്റിക്കിൾ പോലെ നിങ്ങളെ വലിച്ചെറിഞ്ഞ് യാതൊരു വാല്യൂവും തരാതെ അവരുടെ ലൈഫിൽ പല വ്യക്തികൾക്കും വാല്യൂ കൊടുത്തുകൊണ്ട് നിന്നിരുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. അവരുടെ മുന്നിലേക്ക് നിങ്ങളുടെ ശക്തിയെ പ്രകടിപ്പിക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിരുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊന്നും നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ വേതനം വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട പണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട സമയമോ കിട്ടിയിട്ടില്ല, അവരുടെ മുമ്പിൽ യാചിച്ച് നിന്നിരുന്ന, അല്ലെങ്കിൽ അവർ പറയുന്നതെല്ലാം കേട്ട് ഒരു അടിമപ്പണി പോലെ ചെയ്തിരുന്ന ഒരു മാനസിക അവസ്ഥയായിരുന്നു നിങ്ങൾക്കെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ട് സെൽഫ് കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയുവാനും അത് മേടിച്ചെടുക്കുവാനുമുള്ള ശക്തി നിങ്ങളിലേക്ക് നിയർ ഫ്യൂച്ചറിൽ വന്നു ചേരുന്നതാണ്. ഓക്കെ, ഇപ്പോഴേ നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുക. നിങ്ങൾ മാർഗം തടസ്സപ്പെടുത്താതിരിക്കുക. നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി വളരെ സ്പീഡിനാണ് ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാത്തിരിക്കേണ്ട കാര്യമില്ല. വളരെ സ്പീഡിലാണ് വരുന്നത്. വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റാണ്. നിങ്ങൾ ഇന്ന് വരെ ഈ ഒരു നിമിഷം വരെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചത് കർമ്മ എന്നുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു റീബർത്ത് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഹീല് ചെയ്യുക. നിങ്ങളുടെ ഹീല് നിങ്ങൾ മനസ്സിൽ പഴയ കാര്യങ്ങളെല്ലാം വിട്ട് നിങ്ങൾ സ്വയം സമാധാനപ്പെടുമ്പോൾ മാത്രമാണ്. ചില വ്യക്തികൾ ഹീൽ എന്തെന്ന് അറിയത്തില്ല. നമ്മളുടെ ഉള്ളിലൊരു സമാധാനം, അതാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ചില വ്യക്തികളെ വിട്ട് അവർ പോയെങ്കിൽ അവർ പോട്ടെ, അവരുടെ ഇഷ്ടത്തിനാണ് അവർ പോയത്. ഓരോ വ്യക്തികൾക്കും അവരുടേതായ സന്തോഷങ്ങളും അവകാശങ്ങളും ഉണ്ട് എന്ന് നമ്മൾ എപ്പോഴാണോ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ള ചില വ്യക്തികളെ പിടിച്ചു വെക്കുക എന്നുള്ളതല്ല സ്നേഹവും കുടുംബജീവിതവും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരുടെ ഇഷ്ടമാണോ അതങ്ങനെ ജീവിക്കട്ടെ. ഓരോ വ്യക്തികൾക്കും അവരുടേതായ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കുന്ന ആ ഒരു ഹീലിംഗ് വന്ന് നിങ്ങൾ സ്വയം സന്തോഷിക്കുന്ന നിമിഷത്തെയാണ് ഇവിടെ ഹീലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഹീലിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ്, നിങ്ങൾക്ക് ഒരു പുനർജനനം, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് ഒരു പുനർജനനം ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ലഭിക്കും. ഓക്കെ, ചില കമ്മിറ്റ്മെൻറ്റ് നിങ്ങളെ തേടി എത്തുന്നുണ്ട്, ചില വിജയം നിങ്ങൾക്ക് തേടി എത്തുന്നുണ്ട്. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നുണ്ട്, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എവിടെയൊക്കെയാണോ നിങ്ങളെ പരാജയപ്പെടുത്തിയത് അവിടെയെല്ലാം നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നുണ്ട്. ഞാനിത് ആവർത്തിച്ച് പറയുന്നത് നിങ്ങളിലേക്ക് അഫർമേഷൻ ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നു. അത് നിങ്ങളുടെ തലച്ചോറിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഓക്കെ, ആ നെഗറ്റീവ്, എനിക്ക് പരാജയമാണ്, ഞാൻ തോൽവിയാണ് എന്നുള്ള ആ ഒരു സന്ദേശത്തെ പുറത്താക്കുന്നതിന് നിങ്ങൾ നിരന്തരം ഞാൻ വിജയിച്ചിരിക്കുന്നു എന്നുള്ള മെസ്സേജ് നിങ്ങൾ കൊടുക്കുക. അടുത്തതും വന്ന് സെയിം കാർഡ് തന്നെയാണ്. നിങ്ങൾക്ക് 100-ൽ 110% നിങ്ങൾക്ക് വിജയം തന്നെയാണ്. നിങ്ങൾക്ക് മാർഗങ്ങൾ, പല വ്യക്തികളും ചേർന്ന് നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ നിങ്ങളുടെ മാർഗത്തെ തടസ്സപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വിജയമാണ് വരുന്നത്. ഓക്കെ, ആ സെയിം കാർഡ് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. 6 ഓഫ് വാൻഡ്സ്. ഓക്കെ, നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നു. നിങ്ങളെ കൂവി വിളിച്ച വ്യക്തികൾ നിങ്ങൾക്ക് ജയ് വിളിക്കുന്ന ഒരു സമയം നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴുള്ള ട്രൂ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള വ്യൂസിൻ്റെയോടുള്ള ഇപ്പോഴുള്ള ട്രൂ ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള ട്രൂ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് അഫർമേഷൻ ചെയ്യുന്ന ഒരു ഫീലിങ്സാണ് ഇപ്പോഴുള്ളത്. അവർ നിങ്ങൾ ചിലപ്പോൾ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഗിഫ്റ്റുകളൊക്കെ എടുത്തു വെച്ച് അവർക്ക് വീണ്ടും വീണ്ടും നിങ്ങളുടെ ഓർമ്മകൾ അവരെ പിന്തുടരുന്നതായി കാണുന്നു. പേജ് ഓഫ് പെൻറ്റിക്കിൾ. ഓക്കെ, അവർ തിരിച്ച് നിങ്ങളുടെ പാസ്റ്റ് കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊടുത്ത പല കാര്യങ്ങളിലേക്കും ഇവിടെ ഓർമ്മ വരുന്നതായി കാണുന്നു. ഓക്കെ, നമ്മൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു പഴയ കാര്യങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് അവർ അവരുടെ മെമ്മറി പുതുക്കുന്നതായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർ കൊണ്ടുവരുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഒരു ഗ്രോത്ത് വേണമെന്ന് അവരാഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിലേഷൻ ഏറ്റവും സ്റ്റേബിളാക്കി മാറ്റണം എന്ന് അവർ ചിന്തിക്കുന്നു. ഓക്കെ, ഒരുപാട് പെയിൻ സിറ്റുവേഷൻ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം. 3 ഓഫ് സോഡിൻ്റെ എനർജി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങൾ തകർത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നിന്നെ വിട്ടുപോകാൻ അനുവദിച്ചത് വളരെ വേദനയോടെയാണ്. ചിലപ്പം അവരുടെ ലൈഫിലോട്ട് നിർബന്ധിതമായിട്ട് വന്നു ചേർന്ന തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലാക്ക് എനർജിയിലൂടെ അവരുടെ ലൈഫിലേക്ക് വന്ന് ചേർന്ന തേർഡ് പാർട്ടി ആയിരിക്കാം. പക്ഷേ അവരിപ്പോൾ പറയുന്നു, ഞാൻ നിന്നെ വിട്ട് കളഞ്ഞത് ചില തേർഡ് പാർട്ടികൾക്ക് വേണ്ടിയിട്ട് നിൻ്റെ സ്നേഹത്തെ അല്ലെങ്കിൽ നിൻ്റെ സാമീപ്യത്തെ ഞാൻ ബ്ലോക്ക് ചെയ്തത് വിട്ട് കളഞ്ഞത് വളരെ വേദനയോടെയാണ് എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇതാണ് അവരുടെ ട്രൂ ഫീലിങ്സ് നിങ്ങളോടുള്ളത്. ഓക്കെ, നിങ്ങളെ വിട്ടുപോയതിൽ ഒരിക്കലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയത് അവർ വളരെ സന്തോഷത്തോടെയൊന്നും അല്ല. നിങ്ങളുടെ ഓർമ്മകൾ അവരെ ഡിപ്രസ്ഡ് ആക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളെ വിട്ട് കളഞ്ഞതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ ഹാപ്പി അല്ല. നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവർ ഒരുപാട് മാനസികമായി തകർന്നിരിക്കുന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻ വീണ്ടും ഒരു ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവർ സോറി പറയുകയാണ്. അവർ ചെയ്ത എല്ലാ കാര്യത്തിനും അവർ നിങ്ങളോട് സോറി പറയുന്ന ഒരു എനർജിയാണ്. വീണ്ടും നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണമോ, ഒരു സോറി ഫീൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങളെ വന്ന് നേരിട്ട് കണ്ട് നിങ്ങളോട് പറഞ്ഞാലോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. വീണ്ടും നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ കിട്ടിയെങ്കിൽ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ചേസ് ചെയ്യുന്ന വ്യക്തികൾക്കുള്ളതല്ല, നിങ്ങൾ മൂവ് ഓൺ ചെയ്ത വ്യക്തികൾക്ക് ആണ്, നിങ്ങൾ സ്ട്രെങ്ത് എടുത്ത വ്യക്തികൾക്കുള്ള മെസ്സേജാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെ സംശയിച്ചതിൽ അവർ ഒരുപാട് വിഷമിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ തേർഡ് പാർട്ടി തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികൾ വന്നിട്ട് നിങ്ങളുടെ മേളിൽ ഒരുപാട് ഒരു കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് നിങ്ങൾ തെറ്റുകാരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എത്രയൊക്കെ അത് ന്യായീകരിക്കാൻ ചെന്നിട്ടും അവരതൊന്നും വിശ്വസിക്കാതെ നിങ്ങളെ കുറ്റം വിധിച്ചതിൽ അവർക്ക് ഒരുപാട് സോറി ഫീൽ തോന്നുന്നുണ്ട്. അവർ ഉള്ളുകൊണ്ട് തന്നെ നിങ്ങളോട് സോറി പറയുന്നു. ദൈവത്തോട് അവർ സോറി പറയുന്നുണ്ട് നിങ്ങളെ തെറ്റിദ്ധരിച്ചതിൽ. ഓക്കെ, നിങ്ങളുടെ സ്നേഹത്തെ സന്തോഷത്തെ എല്ലാം നഷ്ടമാക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത പണവും അവർ തിരികെ തരാതെ നിങ്ങളിൽ നിന്ന് ചില മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും കൊണ്ട് പോയതിൽ ഒക്കെ അവർ നിങ്ങളോട് സോറി ഫീൽ അവർക്ക് തോന്നുന്നു. ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. നിങ്ങൾ ആരെങ്കിലും ഒരാൾ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി തന്നെ ചില യാത്രയുമായി ബന്ധപ്പെട്ട ജോലി തന്നെ ആയിരിക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? വീണ്ടും ഇതിൽ മൊത്തവും നിങ്ങളോട് അപ്പോളജിയും സോറിയും ഒക്കെ പറയുന്ന ഒരു ഫീലിങ്സ് ആണ് വന്നിരിക്കുന്നത്. കാരണം അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു, ഒരു കുറ്റബോധം അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളോട് വീണ്ടും നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾക്ക് മുഴുവനും അവർ മാപ്പ് ചോദിക്കുന്നതായിട്ടുള്ളൊരു എനർജിയാണ് വീണ്ടും വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും നിങ്ങളെ സന്തോഷിപ്പിക്കണമെന്നും നിങ്ങളുമായിട്ട് എൻജോയ് ചെയ്യണമെന്നൊക്കെ അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റായിട്ട് അവരുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നു. ട്രൂ ഫീലിങ്സ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുമിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് അതിന് സാധിക്കുമോ ഇല്ലേ എന്നുള്ള കാര്യം ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നില്ല. എങ്കിലും അവർ പറയുന്നു, നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങളെല്ലാം അവർ വീണ്ടും വീണ്ടും അവർ ആലോചിക്കുന്നുണ്ട്. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളും
അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കണ്ട സ്വപ്നങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആലോചിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരുമിച്ച് നിന്നാൽ നിങ്ങൾ കണ്ടിരുന്ന സ്വപ്നങ്ങൾ വീണ്ടും ശരിയായി വരും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നിങ്ങളെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ദേവത അല്ലെങ്കിൽ ദേവദൂതനായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് എന്തിനും ഏതിനും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. സാമ്പത്തികമാണെങ്കിലും അല്ലെങ്കിൽ ഗ്രോത്തിനാണെങ്കിലും അവരുടെ ഏത് കഷ്ടങ്ങളിലും നിങ്ങൾ അവരോട് പ്രാർത്ഥനയോടുകൂടി കൂടെ ഉണ്ടായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്നത് അവർക്കൊരു ഫ്രണ്ടല്ല, ആ ഫ്രണ്ടിന് മുകളിലായിരുന്നു എന്ന്. ചിലപ്പോൾ നിങ്ങൾ ഇത് എക്സ്ട്രാ മെറിറ്റൽ അഫെയർ ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി ആണെങ്കിൽ പോലും നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഗ്രോത്ത് ആയിരുന്നു. സാമ്പത്തികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും അവർ ഏറ്റവും റിച്ച് ആയിരുന്നു. ലക്ഷറി ആയിട്ടുള്ളൊരു ജീവിതമായിരുന്നു. നിങ്ങളുടെ സ്നേഹം അവർക്ക് ലക്ഷറിയായി ലഭിച്ചിരുന്നു. നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടാണെങ്കിലും അവർക്ക് ലക്ഷറി ആയിരുന്നു. എന്തുകൊണ്ടും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ എപ്പോഴും സന്തോഷവാനായിരുന്നു അല്ലെങ്കിൽ സന്തോഷവതിയായിരുന്നു എന്ന് അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയാന്ന് നോക്കുക. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഏഞ്ചൽ വോയിസ് സന്ധ്യ ഹരിചന്ദ്ര എന്നുള്ള ഒരു ചാനൽ കൂടി ഞാൻ ഇതിൻ്റെയോടൊപ്പം മെൻഷൻ ചെയ്യുന്നു. ദയവായി നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. അതിലും ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. ഓക്കെ, അതിലെല്ലാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആയിരിക്കും കൂടുതലും ഇടുന്നത്. ഓക്കെ, താങ്ക് യു.